welcome to PEPP Learning, and I believe you have heard the good news that the PEPP Learning is providing All India Mock Eligibility Test. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ഓപ്പർച്യൂണിറ്റി ആണ്. The net UGC NET free ആയിട്ട് തന്നെ ഒരു mock test completely discussed with all the experts. Previous yearൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ ആപ്പിൽ. അതും ഫ്രീ ആയിട്ട് മറക്കരുത്. എത്രയോ കുട്ടികൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പൊ ഇന്നാണ് 6th നമ്മളുടെ സബ്ജക്ട്സും നാളെ ഫസ്റ്റ് പേപ്പറും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ എന്തായാലും ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ ടെസ്റ്റും നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇനി എത്ര വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ വേർ യുവർ ലെവൽ ഇസ് റൈറ്റ് നൗ. ഇനി എത്ര നിങ്ങൾ ട്രൈ ചെയ്യണം, ഇനി എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ചെയ്യണം. പ്ലസ് യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ഹൗ ദി നെറ്റ് എക്സാം ഇസ് ഗോയിങ് ടു ബി. സോ ഐ ഹോപ്പ് യു ഹാവ് രജിസ്റ്റേർഡ് ആൻഡ് യു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് All India Eligibility Mock Test. Now, today we're going to discuss about post-colonial literature and one of the important author, S Naipaul. ഇപ്പോൾ നമ്മൾ കുറച്ച് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓതേഴ്സിനെ നമ്മളിപ്പം നോക്കി കണ്ടു. നമ്മളുടെ ആപ്പിൽ എല്ലാ ഓതേഴ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും അതേപോലെ മെറ്റീരിയൽസും പ്ലസ് മോക്ക് ടെസ്റ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അവൈലബിൾ ആണ്. ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ അത് നോക്കിക്കൂടാ. നിങ്ങൾക്ക് അത് മാത്രമല്ല വേറെ പല ഫ്രീ ആയിട്ടുള്ള പല ക്ലാസ്സസും നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എനിഹൗ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S Naipaul, സർ വിദ്യാധർ സൂരജ് പ്രസാദ് നൈപോൾ. ഈ പേരെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വെക്കാൻ കാരണം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഒരു ഇന്ത്യൻ നെയിമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ നെയിം നമ്മൾ ഇതുവരെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ പഠിക്കുമ്പം വി ലുക്ക്ഡ് അറ്റ് നമ്പർ ഓഫ് കനേഡിയൻ ലിറ്ററേച്ചർ ഓതേഴ്സ്, ഓസ്ട്രേലിയൻ ഓതേഴ്സ് ആൻഡ് മെനി അതർ പീപ്പിൾ. ബട്ട് ഇൻ ദിസ് കേസ് വി ആർ ലുക്കിംഗ് അറ്റ് an Indian name, that is Sir വിദ്യാധർ സൂരജ് പ്രസാദ് നൈപോൾ. ഈ ഫുൾ നെയിമുകളെല്ലാം എപ്പോഴും ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് തട്ടിക്കളഞ്ഞു, ഓക്കെ ഇതിപ്പോൾ ചോദിക്കില്ല എന്ന് വിചാരിച്ച് തട്ടിക്കളയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ നെറ്റിൽ നിന്ന് ഒറ്റ വഴിക്ക് ഇങ്ങോട്ട് ബാക്കോട്ട് വലിക്കുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ കാരണം നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ JRF നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. റിമെമ്പർ, നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എപ്പോഴും എന്താണ്, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടി പഠിച്ച് ശീലിച്ചവരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ അങ്ങ് വായിച്ച് ശീലിച്ചവരാണ്. ബട്ട് നെറ്റ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേൾക്കുമ്പോൾ അപ്പൊ എഴുതി വെച്ചോളാം, ഓർത്ത് വെച്ചോളാം, മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, now about Sir Naipaul. He was born on August 17, 1932 in Chaguanas, Trinidad and Tobago എന്ന് പറയുന്ന സ്ഥലത്ത്, which was then a British colony. കരീബിയനിൽ ഉണ്ടായിരുന്ന അന്നത്തെ ബ്രിട്ടീഷ് കോളനിയിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. Now he is an Indian descent. He was born into a family descended from indentured laborers who had been brought to Trinidad to work on sugar plantations during those times. His great-grandparents were brought to here to Caribbean lands to work on the sugar plantations. So ആ colonization-ന്റെ ആ സ്ലേവറിയുടെ ഒരു ഭാഗമായിട്ട് അവർ ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ട് ആ ജനറേഷനിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്നതാണ് സർ നൈപോൾ. Naipaul's childhood was marked by the cultural and ethnic diversity of Trinidad, where he was exposed to a variety of influences, including Indian, African, European. അപ്പോൾ ഓർത്ത് നോക്കൂ, he is getting a complete exposure to different kinds of culture. He is Indian, അപ്പോൾ ഫാമിലിയിലുള്ള ആ ഇന്ത്യൻ കൾച്ചർ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. He is in Africa, so അവിടുത്തെ കൾച്ചർ കാണാൻ പറ്റുന്നുണ്ട്. And he is colonized by European people, so ആ കൾച്ചറും, so variety of cultures കാണുന്നുണ്ട്. And he is also having a lot of identity crisis. Most of the post colonial authors എടുത്തു നോക്കി കഴിഞ്ഞാൽ we can
finally see that crisis they are facing, identity crisis. ഞാൻ ആരാണ്, ഞാൻ ഏത് കൾച്ചറിലാണ് ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ഏതിലാണ് പെടുന്നത്, ഞാൻ ഏതിലാണ് പെടാത്തത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു തീമായിരിക്കും നമുക്ക് ഇവരുടെ ഒക്കെ വർക്കിൽ കാണാൻ പറ്റുക. ഞാൻ അത് എടുത്തു പറയാൻ കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഇന്നാളുടെ വർക്കിൽ VS Naipaulൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന തീം ഏതാണ്? അപ്പൊ നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ഓഥർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാവുമല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റണം. Now, Naipaul attended Queen's Royal College in Trinidad, where he received a British-style education. In 1950, he won a government scholarship to study at Oxford University in England, which marked the beginning of his journey as a writer. After completing his studies at Oxford, Naipaul began working as a freelance journalist and writer. Freelance journalist avanu vera reason goodi undu. His father was also a journalist, so his father's influence has got into him. So he also worked as a journalist, and it also helped him improve in his writing career. His early experience in England grappling with issues of identity, displacement and colonialism would later inform much of his writing. അപ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൾച്ചർ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസസ് എല്ലാം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. Now, he grows up in a Hindu household with Indian immigrant parents. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് വന്നാണ്, ജനറേഷൻസ് ആയിട്ട് അവിടെ നിന്നുള്ളത്. അവിടുത്തെ നമ്മുടെ ഹിന്ദു ബ്രാഹ്മിൻസ് ആയിരുന്നു അവർ. അവിടെ especially his mother's side, they were Hindu Brahmins. At the beginning, in most of his works, we can see that his parents, his great grandparents did try to follow their tradition, but later on they were not able to be consistent with their tradition because they are living in another country with another tradition, with another culture. So it was very difficult to follow all their heritage, their beliefs and everything. It is in one of his work he did mention that they were Indian Brahmins, remember. So he did mention that fish and chicken, all those meat, everything became a part of their dinner table. They also started to celebrate Christmas. So everything was mixing up for him and his family, and they were also forgetting their language, Indian languages. He and his siblings were always asked to speak in English, and in school also they were learning Spain and other foreign languages rather than their mother tongue or Indian languages. Receives a scholarship to Queen's Royal College in Port of Spain, Trinidad. Later studied at University College, Oxford, where he develops his literary interest. ഞാൻ ഇവിടെ colleges ഒക്കെ മെൻഷൻ ചെയ്യാൻ കാരണം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എങ്ങനെ വരാം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓതർ ഏത് കോളേജ്, അങ്ങനത്തെ ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഈവൻ ഇഫ് യു ആർ വർക്കിംഗ് ഫോർ JRF. വേണ്ടിയിട്ടാണെങ്കിൽ എന്തായാലും എല്ലാ പോയിന്റ്സും നിങ്ങൾ ഇതേപോലെ ശ്രദ്ധിച്ച് കേട്ട് നോട്ട് ചെയ്ത് ഓർത്ത് വെക്കണം. Publishes his debut novel, The Mystic Measure, in 1957, which explores themes of ambition, identity, and cultural dynamics. It follows up with The Suffrage of Elvira, 1958, published in 1958, and Miguel Street, 1959, both set in Trinidad and reflecting various facets of society. Published A House for Mr. Biswas. ഇത് ഓർത്തു വെച്ചോളൂ, A House for Mr. Biswas. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിലും പല സിലബസിലും മെൻഷൻ ചെയ്തിട്ടുള്ള വർക്കാണ്. ആ സിലബസിൽ വർക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള വർക്ക്സ് മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിലും ഈ വർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നായ്പോളിന്റെ ഒരു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1961, a seminal work that explores the struggles of an Indo-Trinidadian man in asserting his identity amidst colonialism. Releases The Mimic Men in 1967, which dwells into the themes of exile, alienation, and post-colonial disillusionment through the protagonist reflections on his life in the Caribbean. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സെൽഫ് എന്താ പറയുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ സംഭവിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ ഇദ്ദേഹം നമ്മളടുത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Now, begins his career as a travel writer with
the middle passage impression of 5 societies, British, French and Dutch, in the West Indies and South America. Within ഓർത്ത് വെച്ചോളാം, who began his career as a travel writer എന്ന ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഈ വർക്ക് ആരതാണ് എന്ന ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ UGC നെറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാതെ മാർജിനലൈസ്ഡ് ആയി പോയിട്ടുള്ള ഓതേഴ്സിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഇപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ ഓക്കെ ഇത് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഓതേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഓതേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലൂടെയും നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും എല്ലാ രീതിയിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. Now, publishers An Area of Darkness in 1964, the first of his acclaimed travelogues, which offers a critical examination of India. Continues with travelogues such as The Laws of El Dorado, 1969. ഇവിടെ കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടത്? ഓർമ്മയുണ്ടോ? കമന്റ് സെക്ഷനിൽ പറയൂ എവിടെ ഇത് കേട്ടിട്ടുള്ളതെന്ന്. And In a Free State, 1971, which won the Booker Prize, solidifying his reputation as a versatile writer. അപ്പം ഈ വർക്ക്സ് ഒക്കെ അദ്ദേഹത്തിന് കുറേ എന്താ പറയാ, ഒരുപാട് അദ്ദേഹത്തിന്റെ ആ ഒരു റൈറ്റിംഗ് ഇറ തന്നെ തുടങ്ങുന്നത് ഈ വർക്ക്സിലൂടെയാണ്. Now, releases A Bend in the River in 1979. This is also another important work by S Naipaul, exploring the aftermath of colonialism in an unnamed African country. Now, publishes The Enigma of Arrival in 1987, a semi-autobiographical novel. എപ്പോഴും ഏതൊരു വർക്ക് പഠിക്കുമ്പോഴും അത് ഏത് ജാണറാണ്, അത് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ The Enigma of Arrival എന്താണ്? ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ആണ്, എക്സ്പ്ലോറിംഗ് തീംസ് ഓഫ് എക്സൈൽ, ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. എപ്പോഴും ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ആൾക്കാരുടെ ഓതേഴ്സിന്റെ തീംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദീസ് സിമിലർ themes like exile ആയിരിക്കാം, ഐഡന്റിറ്റി ക്രൈസിസ് ആയിരിക്കാം, കൺഫ്യൂഷനിങ് ബിലോങ്ങിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് കൾച്ചറാണ്, അങ്ങനത്തെ തീംസ് അതൊക്കെ ആയിരിക്കും കൂടുതലും ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. Now follows up with A Way in the World, published in 1994, which blends fiction and autobiography to reflect on colonialism, history and personal identity. ഇപ്പൊ എല്ലാ വർക്ക്സും നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇത് കാണാതെ പഠിക്കാതെ എന്തെങ്കിലും ഒരു കഥയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ രീതിയിൽ തന്നെ ഒരു കോഡ് ഭാഷയൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓർത്തു വെക്കാം. ഇത് നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞാനത് UGC നെറ്റിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, നെറ്റ് കിട്ടിക്കഴിഞ്ഞ് ലെക്ചർ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത് എന്ന രീതിയിൽ പഠിക്കുക. മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നൗ അപ്പൊ ഇത്രയും പോയിന്റ്സ് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതും കൂടുതൽ പോയിന്റ്സും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ക്ലാസ്സസും ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്, ഞങ്ങളുടെ ആപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതാ നേരത്തെ പറഞ്ഞ പോലെ എമിറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ മോക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അത് എത്ര സ്പെഷ്യൽ ആണെന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ വിത്ത് ആൻസേഴ്സ്. അപ്പൊ അതിന്റെ മാർക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ വിച്ച് ലെവൽ ഐ ആം. വി ആർ ഓൾസോ പ്രൊവൈഡിങ് ഫ്രീ ടെസ്റ്റ് സീരീസ്, മോർ ദാൻ 10 ടെസ്റ്റ് സീരീസ് ആണ് ഫസ്റ്റ് പേപ്പറിൽ നിന്നും നിങ്ങൾക്ക് സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. ഫ്രീ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. സോ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഓക്കെ, നൗ നമുക്ക് നായ്പോളിന്റെ ഏറ്റവും മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്, നേരത്തെ പറഞ്ഞത്, പബ്ലിഷ്ഡ് ഇൻ 1961. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഇയർ വൈസ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാം, ക്രോണോളജിക്കൽ ഓർഡർ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടും ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഓക്കെ, so considered one of the Naipaul's greatest novel, explores the life of Mohan Biswas. Main characters ന്റെ പേര് ഓർത്ത് വെക്കുക. An Indo-Trinidadian man struggling to assert his identity in colonial Trinidad. Themes include the search for belonging, the impact of colonialism, and the complexities of family dynamics. But family dynamics നമുക്ക് most of the post-colonial authors in the works il കാണാം. Especially when they are colonized, they feel like they are what? പറിച്ചെടുത്ത പോലെ നമുക്ക് തോന്നാം. അവരുടെ ഫാമിലിയിൽ നിന്നും അവരെ പറിച്ചു മാറ്റിയ പോലെ അവർക്ക് തോന്നാം. ആ ഒരു ക്രൈസിസ് ജനറേഷൻസ് ആയിട്ട് അവർക്ക് ഫീലും ചെയ്യും, വി ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ളത്. അത് മാത്രമല്ല ഓരോ കൾച്ചറിലും അവരുടെ രീതി, അവരുടെ ഫാമിലിയിലേക്കുള്ള
ആറ്റിറ്റ്യൂഡ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ ആയിരിക്കണം എന്നില്ല ആഫ്രിക്കൻ കൾച്ചർ, അതുപോലെ ആയിരിക്കണം എന്നില്ല യൂറോപ്യൻ കൾച്ചർ. അപ്പൊ ആകെ കൺഫ്യൂഷൻ. അങ്ങനത്തെ എല്ലാ ടോപ്പിക്സും മോസ്റ്റ് ഓഫ് ദി പോസ്റ്റ് കൊളോണിയൽ ഓതേഴ്സിന്റെ തീംസിൽ നമുക്ക് കാണാൻ പറ്റും, ലൈക്ക് V.S. Naipaul's. Now, another work, A Bend in the River, published in 1979, set in an unnamed African country, post-independence, explore the political and social turmoil following colonial rule. ഇങ്ങനെ ഓരോ പോയിന്റ്സ് വായിക്കുമ്പോഴും ഇനി ഈ പോയിന്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ വരാം, അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെ വരും, ചിലപ്പം വിച്ച് വാസ് ദ വർക്ക് that was set in an unnamed African country. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓരോ പോയിന്റ് പഠിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ പഠിക്കണം, ഇതെനിക്ക് ക്വസ്റ്റ്യൻ ആയാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ. Now, chronicles the experiences of an Indian Muslim trader navigating the changing landscape of the African nation. അപ്പം ആരെ കുറിച്ചാണ്? ഒരു ഇന്ത്യൻ മുസ്ലിം ട്രേഡർ ആണ് ഇവിടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് ഉള്ളത്. Themes include post-colonial disillusionment, the identity and clash of cultures. Now, in a free state, published in 1971, winner of Booker Prize in 1971. Booker Prize കിട്ടിയിട്ടുണ്ട് 1971. അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ചത് ഈ ഒരു വർക്കിനാണ്. ഇൻ എ ഫ്രീ സ്റ്റേറ്റ്, പബ്ലിഷ്ഡ് ഇൻ 1971. ഞങ്ങളുടെ ആപ്പിലുള്ള നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, അതിലെ എല്ലാ അവാർഡ്സും ക്രോണോളജിക്കൽ ഓർഡറിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, a collection of stories set in various locations including Africa, the Caribbean and England, explores the themes of displacement, alienation and the complexities of human relationship. An Area of Darkness, published in 1964, the first of Naipaul's acclaimed travelogue, offers a critical examination of India, its culture and social realities. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ട്രാവലോഗ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ without an hesitation click the button, An Area of Darkness. Now, reflects Naipaul's complex relationship with his ancestral homeland and his exploration of post-colonial identity. Next work, The Enigma of Arrival, published in 1987. A semi-autobiographical novel reflecting on the themes of exile, identity and passage of time. Explores the experiences of an Indian writer living in England, contemplating his connection to the land and its history. Like all the post-colonial writers, this is also a contemplation. അദ്ദേഹത്തിന്റെ ലാൻഡിനെ കുറിച്ച് ഓർത്തിട്ട്, അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് ഓർത്തിട്ട്, അദ്ദേഹത്തിന്റെ പൂർവികര ഹിസ്റ്ററിയെ കുറിച്ച് ഓർത്തിട്ട്, കൾച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു contemplation. Known for its lyrical prose and introspective narrative. Lyrical prose. Okay, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം, ഇതിൽ ഏതൊക്കെയാണ് ലിറിക്കൽ പ്രോസിൽ എഴുതിയിട്ടുള്ള വർക്ക് ഏതൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് ഒരു ലിറിക്കൽ പ്രോസിലായിരുന്നു. ഏത് വർക്ക്? The Enigma of Arrival, published in 1987. അപ്പം that was all about Naipaul. ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് നിങ്ങൾക്ക് തരാണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെ പല എക്സ്പേർട്സ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നതും എന്നോട് എപ്പോഴും പറയുന്നതുമാണ് ഫസ്റ്റ് പേപ്പറിൽ മാർക്ക് കുറഞ്ഞുകൊണ്ട് മാത്രമേ നെറ്റ് കിട്ടിയില്ല. അപ്പം ഓർത്തൊക്കെ, നെറ്റിന് നിങ്ങൾക്ക് 2 പേപ്പറും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും കട്ട് ഓഫ് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട്, ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, ഫസ്റ്റ് പേപ്പറിന് മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വി ആർ providing free 10 days ഓൺലൈൻ വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് 10 ദിവസം ആ 10 ടോപ്പിക്സും വളരെ വിശദമായിട്ട് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പ് തരികയാണ്. അത് മാത്രമല്ല, അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് നേരിട്ട് ചോദിക്കാം. ആൻഡ് ദിസ് ഇസ് ഓൺലി അവൈലബിൾ ഇൻ PEPP Learning. So don't forget to download our app. So I hope today's class was clear. Thank you.